മാഷെ, അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ, ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ മറ്റൊരു രാജ്യവുമായിട്ടുള്ള രഹസ്യ കരാറാണെന്ന് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അവിടെ നിൽക്കാൻ സമയമില്ല. അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ അറഞ്ചം പുറഞ്ചം അടിച്ച് തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ഇതാണെങ്കിൽ തുറന്ന് സമ്മതിച്ചത് തുർക്കിയിലൊരു സമാധാന ചർച്ച നടക്കുന്നുണ്ട്. ഈ ഗാസയിലെ സമാധാന ചർച്ച പോലെ ആകുമോ എന്നുള്ളത് അറിയില്ല മാഷ്. എന്തായാലും തുർക്കിയിൽ ഈ ഒരു സമാധാന ചർച്ച നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ എന്താ പറയുക, തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ ആരായിരിക്കാം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരാം. മറ്റൊന്ന്, പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പ്രോക്സിയായി മാറുകയാണെങ്കിൽ ഇപ്പോൾ ആ രാജ്യത്തുള്ള വിഷയങ്ങളെല്ലാം നമുക്ക്, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നില്ലേ? പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ, ലോകം തിരിച്ചറിഞ്ഞതും നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തായിരുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ അതിഭീകരമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാന് പരിക്കേറ്റു. പാകിസ്ഥാന് വെള്ളം കിട്ടുന്ന വഴികൾ അടഞ്ഞു. അവരുടെ സാമ്പത്തിക നില ഒട്ടും ഭദ്രമല്ലാത്ത അവസ്ഥയിലായി. അവർക്കകത്ത് ഉള്ള ഇൻറ്റേർണൽ ഫൈറ്റ് വർദ്ധിച്ചു. ബലൂചിസ്ഥാൻ ലിബറലേഷൻ ആർമിയൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ഇവർക്കെതിരെ ശക്തമായിട്ട് നീങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. അവരെ സഹായിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള അഫ്ഗാൻ അവരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ച സമയത്ത് ആദ്യം പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചത്, തിരിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നത്. പക്ഷേ അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നിരന്തരമായിട്ട് ആക്രമണം നടത്തി അഫ്ഗാനിസ്ഥാനെ വല്ലാത്ത തരത്തിൽ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് അവർക്ക് പാകിസ്ഥാനെ അടിച്ചിടാനായിട്ടുള്ള കഴിവൊന്നുമില്ലെന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യം. അപ്പോൾ ഇത് എന്താണ്, രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ടത് മാറിത്തീരുന്നു എന്നതുകൊണ്ടാണ് ടർക്കിയിൽ ഇവരെയൊക്കെ വിളിച്ചിട്ട് സമാധാന ചർച്ച നടത്തിയത്. ആ സമാധാന ചർച്ച എന്ന് പറയുന്നത്, ഗാസയിൽ അങ്ങനെ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായാലും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അവർ എങ്ങും എത്താതെ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സംഭാഷണം നടക്കുന്നതിനിടയ്ക്ക് പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു: ഞങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരമല്ല നിങ്ങൾ ആക്രമിച്ച്, മറ്റ് ഒരു രാജ്യവുമായി ഞങ്ങളുണ്ടാക്കിയിരിക്കുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഗസ് ചെയ്യാവുന്ന ഇത്രയുള്ള അമേരിക്കയായിരിക്കും. കാരണം ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ അടുക്കാൻ തുടങ്ങുന്നതോടുകൂടിയാണ് പാകിസ്ഥാൻ ഇവരെ ആക്രമിക്കാൻ എടുത്തിരുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരികയും ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് ഇന്ത്യയുമായി ഒരുവിധം അടുപ്പത്തിലായി. നമ്മളത് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ നേരിട്ടു. ഒന്ന്, ഇന്ത്യ ഇതുവരെ അംഗീകരിക്കാത്തൊരു രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അംഗീകരിക്കാത്ത രാഷ്ട്രത്തെ നമ്മൾ വിളിച്ചുകൊണ്ടുവന്നു അവിടുത്തെ വിദേശകാര്യമന്ത്രിക്ക് മറ്റ് വിദേശകാര്യമന്ത്രികൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ബഹുമതി നൽകി സ്വീകരിച്ചു, ചർച്ച നടത്തി. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അഫ്ഗാൻ നമുക്കറിയാം, ഇന്ത്യക്ക് നല്ല ഒരു രാഷ്ട്രത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം അവർക്കുള്ളത് സ്ത്രീ വിരുദ്ധതയാണ്. അവിടുത്തെ സ്ത്രീകളെ അവർ പുറത്തിറക്കാൻ പോലും അനുവദിക്കുന്നില്ല, പഠിക്കാൻ അനുവദിക്കുന്നില്ല, വിദ്യാഭ്യാസം ഒരു കാര്യത്തിനും അനുവദിക്കുന്നു. അവരുടെ ഔദ്യോഗിക നേതാക്കൾ സംസാരിക്കുന്നിടത്ത് സ്ത്രീയെ കണ്ടുപോയിരുന്നുള്ള അതവർ ഇന്ത്യയിലും വന്നിട്ട് നടപ്പിലാക്കി. അവരുടെ സമ്മേളനം നടത്തുന്ന സമയത്ത് ഇന്ത്യയിൽ ഒറ്റ വനിതാ പത്രപ്രവർത്തകർക്കും പ്രവേശനം കിട്ടിയില്ല. 2 സമ്മേളനങ്ങൾ കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതിൻ്റെ പേരിൽ അതിൽ പ്രതികരിക്കുകയും നമ്മളുടെ ഒരുപാട് നേതാക്കൾ ഇത് ശരിയല്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സമയത്ത് 3ാമത് വനിതാ പത്രപ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം നടത്തി ആ പ്രശ്നം പരിഹരിക്കാൻ ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അവർ വ്യക്തമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എങ്ങനെ അടുക്കുന്ന സമയത്ത് നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളതാണ്. നമുക്ക് പാകിസ്ഥാൻ അടിക്കാൻ ആരെങ്കിലും കിട്ടും, അഫ്ഗാനിസ്ഥാനികളൊന്നും അടിക്കും പറഞ്ഞു. അതിന് വേണ്ട സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പല പദ്ധതികളും ആവിഷ്കരിച്ചു നടപ്പിലാക്കാൻ തീരുമാനിച്ചു. നമ്മളിപ്പോൾ അവിടെ നമ്മുടെ എംബസി തുടങ്ങി, അവരുടെ എംബസി ഇവിടെ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ നല്ല അടുപ്പത്തിലേക്ക് കഴിഞ്ഞിരിക്കും. ആ സമയത്താണ് അറബ് രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളും പൊതുവെ ഈ വിഷയം ശ്രദ്ധിക്കാൻ തുടങ്ങും. അവർക്ക് മനസ്സിലായി, ശരിയല്ല, നമ്മുടെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കൊല്ലേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഇതിൻ്റെ പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ
ടർക്കിയിൽ അതിൻ്റെ ഒരു സമാധാന സമ്മേളനം നടത്തുന്നത്. പക്ഷേ അത് പൊളിഞ്ഞുപോയി, അതൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അവിടെ പാകിസ്ഥാൻ ഈ ആർക്കും അറിയാത്തൊരു രഹസ്യം പറഞ്ഞു. എന്നുവെച്ചാൽ അമേരിക്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനെ ആത്യന്തികമായിട്ടൊരു പ്രോക്സിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അതായത് അമേരിക്ക അല്ല അടിക്കുന്നത്, പക്ഷേ അമേരിക്കയ്ക്ക് പകരം ആര് പോയി അടിക്കും? പാകിസ്ഥാൻ. നമ്മൾ ഈ ചിട്ടിയൊക്കെ വിളിക്കാനായിട്ട് നമ്മൾക്ക് പോകാൻ നേരമില്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് ഇയാളെ ഞാനിതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സാധനം കൊടുക്കുന്നതാണ് ഈ പ്രോക്സി ഫോം എന്ന് പറയുന്ന സാധനം. അതാണ് പ്രോക്സി. നമുക്ക് പകരം വേറൊരാൾ പോകും. അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അമേരിക്കയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനെ പ്രോക്സി രാഷ്ട്രമാക്കി മാറ്റി. എന്നിട്ട് പോയി അടിക്കുക എന്ന് പറഞ്ഞ് വിടുന്നു. അവർ പോയി അടിക്കുന്നു. അതിൻ്റെ നഷ്ടം പാകിസ്ഥാനേന്. ആ നഷ്ടം മറ്റൊരു രീതിയിൽ തീർക്കാനായിട്ടുള്ള സൗകര്യം ആര് ചെയ്തു കൊടുക്കും? അമേരിക്ക ചെയ്തു കൊടുക്കും. അതാണ് നമുക്ക് അതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇവർക്കുണ്ടാവും. പക്ഷേ ഇങ്ങനെ പോയാൽ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്തായിരിക്കും? പാകിസ്ഥാൻ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിൽ ഏർപ്പെടും എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഏക ആണവ ശക്തിയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. പക്ഷെ ആ ആണവ ശക്തി എന്ന് പറയുമ്പോൾ അതും US-ൻ്റെ തന്നെ അല്ലേ? US-ൻ്റെ തന്നെ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിവിടെ ആണവ പരീക്ഷണങ്ങൾ നടത്തി നമ്മളൊരു ആണവ പവറായിട്ട്, ഒരു ന്യൂക്ലിയർ പവറായി നമ്മൾ ഡെവലപ്പ് ചെയ്ത സമയത്ത് പാകിസ്ഥാൻ സഹികെട്ടിട്ട് അതിൻ്റെ പരീക്ഷണം നടത്തുകയും അവരങ്ങനെ ഒരു ആണവ ശക്തിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നു. പാകിസ്ഥാന് അമേരിക്ക സഹായം ചെയ്തിട്ടുള്ളത് ശരിയാണ്, പക്ഷേ അവർ ന്യൂക്ലിയർ പവറാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ന്യൂക്ലിയർ പവറാണ്, ചൈന ന്യൂക്ലിയർ പവറാണ്, പാകിസ്ഥാൻ ന്യൂക്ലിയർ പവറാണ്. ഈ ന്യൂക്ലിയർ പവേഴ്സ് തമ്മിലൊരിക്കലും സാധാരണ രീതിയിൽ അക്രമത്തിൽ ഏർപ്പെടില്ല എന്നാണ് പൊതുവേ ലോകം കണക്കാക്കപ്പെടുന്നത്. കാരണം ഈ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രവും ഇല്ലാണ്ടായിപ്പോകും. അതുകൊണ്ടാണ് ന്യൂക്ലിയർ വെപ്പണുകൾ ഉപയോഗിക്കാത്തത്. പക്ഷേ അതെടുത്ത് വെച്ചാൽ മാത്രമാണ് മറ്റൊരാൾ നമ്മളെ ആക്രമിക്കാതിരിക്കുകയുള്ളൂ. നീ ആക്രമിച്ചാൽ നിൻ്റെ ആപ്പീസ്യങ്ങൾ പൊട്ടിക്കും എന്നത് ഇത് കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങളും. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പാകിസ്ഥാനും അമേരിക്കയും ആരും അറിയാതെയാണ് നമ്മളെ ആണവ വിസ്ഫോടനം നടത്തിയത്. കാരണം രാജസ്ഥാൻ മരുഭൂമിയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻസ് ഉണ്ടാക്കി രാത്രിയിൽ തന്നെ, കാരണം പാകിസ്ഥാൻ്റെ വളരെ അടുത്ത ഒരു സ്ഥലമാണ്, രാത്രിയിൽ മാത്രമാണ് ഇതിനകത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ആരും കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കൊണ്ടുപോയി പല ദിവസങ്ങളായിട്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് നമ്മളിത് പൊട്ടിക്കുന്നത്. അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ലോകത്തോട് പറഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചു, ന്യൂക്ലിയർ വെപ്പൺ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാണ്, ഇത് സമാധാനത്തിന് വേണ്ടി മാത്രമായിരിക്കും ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ന്യൂക്ലിയർ പവർ ഉള്ളതിൻ്റെ പേരിൽ നമ്മളെ ആരും അങ്ങനെ അടിച്ചു തകർക്കാൻ വേണ്ടി ഇടിച്ചു കയറില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിനാണ് രാഷ്ട്രങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം പ്രയോഗം ലോകത്തിന് നല്ല ഒരു ചരിത്രമല്ല നൽകിയിട്ടുള്ളത്. അത് നാഗസാക്കിയിലെയും ഹിരോഷിമയിലെയും വിസ്ഫോടനമാണ്. അതിൻ്റെ ദുരന്തം ഇപ്പോഴും ആ പ്രദേശത്തുള്ള മനുഷ്യരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോകമേ, ഒരിടത്തും നിങ്ങൾ അണ്വായുധ പ്രയോഗം നടത്തരുത് എന്ന് ഹിരോഷിമയും നാഗസാക്കിയും ലോകത്തോട് മുഴുവനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പൊസിഷൻ ഇതാണ്. ഈ പൊസിഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു പ്രോക്സിയായി മാറിത്തീരുന്നു എന്നുള്ളത്. ആ പ്രോക്സി അമേരിക്കയ്ക്ക് വേണ്ടി പലയിടങ്ങളിലും നടന്ന് ആക്രമണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ആ രാഷ്ട്രത്തിന് ഒരു കാരണവശാലും ഗുണമല്ല. ആ രാഷ്ട്രം ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു പട്ടാള സംവിധാനത്തിൽ, പട്ടാള ചട്ടക്കൂടിൽ നിന്ന് മാറി ജനാധിപത്യ പ്രക്രിയയിലേക്ക് അതിന് പോകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് പുതിയൊരു കാലത്ത് അതിനെ വികസിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു മുഖമുണ്ടാകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.